ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് നമ്മൾ അധികമായി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യഭിചാര പാപത്തെയും ജഡമോഹങ്ങളെയും എങ്ങനെ അതിജീവിക്കാം എന്ന വിഷയത്തെപ്പറ്റി ചിന്തിക്കുവാൻ ദൈവമായ കർത്താവിൽ ശരണപ്പെടുന്നു. ഓരോ തലമുറയിലും മനുഷ്യരാശി ജഡത്തിൻ്റെ ബലഹീനതകളോട്, പ്രത്യേകിച്ച് വ്യഭിചാരമെന്ന പാപത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ദാവീദും ബത്ശേബയും, അമ്നോനും താമാറും, യൂദായും താമാറും, ശൂശന്നയെ മോഹിച്ച പ്രമാണികളും ഉൾപ്പെടെയുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ആത്മീയ അധികാരമുള്ളവർ പോലും പ്രലോഭനങ്ങളിൽ നിന്ന് മുക്തരായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മോഹം വേരുന്നത് ആത്മാവിലല്ല, മറിച്ച് ശരീരത്തിൻ്റെ ജഡീകാഭിലാഷങ്ങളിലാണെന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. ഈ അടയാളങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അവസാനത്തെ 4 കാര്യങ്ങൾ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്: മരണം, ന്യായവിധി, സ്വർഗം, നരകം. ഓരോ ആത്മാവും കടന്നു പോകേണ്ട പടിവാതിലുകളാണ് മരണം. ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗമികമായ അവസരത്തിൻ്റെ അവസാനമാണത്. സൊദോമിന് മേൽ അഗ്നി വീണതുപോലെ ദിവ്യ സത്യത്തെക്കാൾ ലൗകിക സുഖങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഏവർക്കും അന്തിമമായ ഒരു ന്യായവിധി കാത്തിരിക്കുന്നുവെന്ന് തിരുവെഴുത്തുകൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നോഹയെയും ലോത്തിനെയും പോലെ വിശ്വസ്തരായി നിലകൊള്ളുന്നവർക്കായി സ്വർഗം മനുഷ്യപുത്രന്റെ സന്നിധിയിലെ നിത്യ സന്തോഷം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ നോഹയുടെ കാലത്തെ ആളുകളെ പോലെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ഭൗതിക മോഹങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവർക്കായി നരകം എന്ന യാഥാർത്ഥ്യം അവശേഷിക്കുന്നു. 2 തീമോത്തിയോസ് 3:1-5 വരെ ഉള്ള വാക്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ അന്ത്യകാലത്ത് മനുഷ്യർ ദൈവപ്രിയരെക്കാൾ സുഖപ്രിയരായിരിക്കും. അതിനാൽ നാം സന്നദ്ധരായിരിക്കണം. ഇത്ര ശക്തമായ പ്രലോഭനത്തെ എങ്ങനെ അതിജീവിക്കാം എന്ന് ചിന്തിച്ചു നോക്കാം. തോബിയാസിൻ്റെയും സാറായുടെയും ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കാണുന്ന ഒരു സത്യം ഉണ്ട്. അവർ ഒന്നിക്കുന്നതിന് മുമ്പ് 3 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചു. യഥാർത്ഥ സ്നേഹം തുടങ്ങേണ്ടത് ആത്മീയ ഐക്യത്തിലും ആത്മനിയന്ത്രണത്തിലുമാണെന്ന് അവരുടെ അച്ചടക്കം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി 39 കാണുന്ന ജോസഫ് നേടിയ വിജയം ആന്തരിക ശുദ്ധിയുടെ സാക്ഷ്യമാണ്. ഞാൻ ഇത്ര വലിയ ദുഷ്ടത പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് ജോസഫ് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പാപം ദൈവത്തിനെതിരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രലോഭനത്തോട് സന്ധി ചെയ്യുന്നതിന് പകരം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതിലൂടെ വിശുദ്ധി സംരക്ഷിക്കപ്പെടുന്നത് ദൈവ കേന്ദ്രീകൃതമായ മനസ്സാക്ഷിയിലൂടെയാണെന്ന് ജോസഫ് നമുക്ക് കാണിച്ചു തരുന്നു. ലോകം ബാഹ്യ സൗന്ദര്യത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ ദൈവം പറയുന്നു, മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. 1 ശമൂവേൽ 16:7. വ്യഭിചാരവും മോഹവും ആന്തരിക സൗന്ദര്യത്തെ കാണാൻ കഴിയാത്ത വിധം കണ്ണുകളെ അന്ധമാക്കുന്നു.
വിവാഹ ജീവിതത്തിൽ ദൈവം നൽകിയ പങ്കാളിയിൽ സംതൃപ്തി കണ്ടെത്താൻ അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു. സദൃശവാക്യങ്ങൾ 5:18-19 വരെ. പങ്കാളിയെ ദൈവത്തിൻ്റെ സമ്മാനമായി കാണുമ്പോൾ പ്രലോഭനങ്ങൾക്ക് ശക്തി നഷ്ടപ്പെടുന്നു. ബാഹ്യ സൗന്ദര്യത്തിന് സമയത്തെയോ ദുരന്തങ്ങളെയോ അതിജീവിക്കാനാവില്ല. നദിയിൽ കുളിക്കുന്ന സുന്ദരിയെ പിന്തുടർന്ന യുവാവ് അവൾ കുഷ്ഠരോഗിയാണെന്ന് കണ്ടപ്പോൾ തൻ്റെ ആന്തരിക മോഹമാകുന്ന കുഷ്ഠത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചു. നിത്യരാജ്യത്തിൽ നാം ദൂതന്മാരെ പോലെ ആകും എന്ന് മത്തായിയുടെ സുവിശേഷം 22:30 പറയുന്നുണ്ട്. ആ നിത്യ സന്തോഷത്തെ നിമിഷ നേരത്തെ സുഖത്തിനായി കൈവിടുന്നത് വലിയ വലിയ നഷ്ടമായിരിക്കും എന്ന് നാം മറക്കരുത്. യേശു പറഞ്ഞു, പുനരുത്ഥാനത്തിൽ മനുഷ്യർ വിവാഹം കഴിക്കുകയില്ല. അവർ സ്വർഗത്തിലെ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. മത്തായിയുടെ സുവിശേഷം 22:30. അവിടെ നാം അനുഭവിക്കാനുള്ള ആനന്ദം ഭൂമിയിലെ എല്ലാ സുഖങ്ങളെയും അതിജീവിക്കുന്നതാണ്. ഈ ലോകത്തിലെ ക്ഷണിക സുഖങ്ങൾക്കായി നിത്യ സന്തോഷം നഷ്ടപ്പെടുക എന്നത് വാക്കുകളാൽ അളക്കാനാകാത്ത വലിയ നഷ്ടമാണ്. അതിനാൽ വ്യഭിചാര പാപത്തെ ജയിക്കുന്ന വഴി ഇതാണ്: ശരീര ശിക്ഷണം, അതായത് നിയന്ത്രണം, പ്രാർത്ഥനയിലൂടെ ഹൃദയ വിശുദ്ധി, മനസ്സിൻ്റെ പുതുക്കൽ. റോമാലേഖനം 12:12 അത് പറയുന്നുണ്ട്. അപ്പോൾ മാത്രമേ നാം മറ്റുള്ളവരെ ആസക്തിയുടെ കണ്ണിലൂടെ അല്ല, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കളായി കാണുവാൻ കഴിയുകയുള്ളൂ. നാം ഈ ഭൂമിയിൽ പരദേശികളാണെന്നും നിത്യ മഹത്വത്തിനായി നമ്മെ നിയോഗിക്കപ്പെട്ടവരാണെന്നും ഓർക്കണം. ഇപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുന്നത് വരുവാനിരിക്കുന്ന സ്വർഗീയ ആനന്ദത്തിൻ്റെ മുൻകൂറായ അനുഭവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എന്നിൽ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിക്കണമേ. നേരുള്ള ഒരു ആത്മാവിനെ പുതുക്കണമേ. മറ്റുള്ളവരെ അങ്ങയുടെ കണ്ണുകളിലൂടെ കാണുവാനും എൻ്റെ ജീവിത പങ്കാളിയെ അങ്ങയുടെ വിലയേറിയ ദാനമായി ബഹുമാനിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. എല്ലാറ്റിനും ഉപരിയായി അങ്ങയിൽ മാത്രം ശാശ്വതമായ സന്തോഷം കണ്ടെത്തുവാൻ എനിക്ക് കൃപ നൽകണമേ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും ഹൃദയശുദ്ധിയോടെ ജീവിക്കുവാനും എന്നെ ശക്തനാക്കണമേ. അങ്ങനെ ഒരു നാൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ ദൈവദൂതന്മാരോടൊപ്പം ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയ വിശുദ്ധ പൂർവികരോടൊപ്പം ആ നിത്യ സന്തോഷത്തിൽ പങ്കുചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ നാഥ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം. ഹല്ലേലൂയ.